നമസ്കാരം. ഹരി ബി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പുണർദം നക്ഷത്രത്തിൻ്റെ പൊതുലക്ഷണങ്ങളാണ്. എന്താണ് ഇതിൻ്റെ പൊതുലക്ഷണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്നിച്ചിരുന്ന് ചിന്തിക്കാം. നഭോമണ്ഡലത്തിലെ ഭംഗിയുള്ള വൃത്താകൃതിയിലുള്ള, അല്ലാതെ വഞ്ചിയുടെ ആകൃതിയിൽ, വൃത്താകൃതിയിൽ, ഏതാണ്ട് വൃത്താകൃതിയിൽ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളിലൊരു സമൂഹത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അപ്പോൾ ഈ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ അധികവും തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും എന്നതാണ്. അവർ പൂർണ്ണമായിട്ടും ദൈവവിശ്വാസികളായിരിക്കുമെന്നാണ് പൊതുവായിട്ട് അവരിൽ കണ്ടുവരുന്ന പ്രത്യേക സവിശേഷതകൾ. ഇവരെ ധർമ്മിഷ്ഠരുമായിരിക്കുമെന്നാണ് പറയുക. സ്വഭാവത്തിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം, അവരെ മറ്റുള്ളവർ മാതൃകയാക്കുന്ന തരത്തിലുള്ളൊരു സ്വഭാവം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും എന്നാണ് ഇവരെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള. ഇവരിൽ പലപ്പോഴും കണ്ടുവരാറുള്ള സ്വാഭാവികമായ മാറ്റങ്ങളെ, അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പറയാം. അപ്പോഴതുകൊണ്ട് ഇവരോട് സമീപിക്കുന്നവർ ചില സമയവും സന്ദർഭവുമൊക്കെ നോക്കി അവരോട് ഇടപഴകേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് ഇവരുടെ ആ ഒരു മാനസിക ഉല്ലാസത്തെക്കുറിച്ചൊക്കെ നമ്മളത് മനസ്സിലാക്കി ഇവരുമായിട്ട് ഇടപെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്പമായിട്ടുള്ള ഒരു സന്തോഷം, അല്പം സന്തോഷമുണ്ടെങ്കിൽ പോലും അവർ ക്ഷിപ്രകൂപികളുമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ കോപം അങ്ങനെ വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള ആൾക്കാരല്ല. ആ കഴിവും അസാമാന്യമായിട്ടുള്ള കഴിവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആ കോപങ്ങളെ ഒന്നും അത്ര വലിയ വിപ്ലവമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കോപമൊന്നും അവരിലില്ല എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരഭക്തിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവർ സത്യസന്ധതയ്ക്കും കൂടി അല്ലെങ്കിൽ ആധാർമികമായ പ്രവർത്തനങ്ങളിലൊന്നും ഒരിക്കലും കൂട്ടുനിൽക്കാൻ കഴിയാത്ത ഒരു നക്ഷത്രമാണെന്നാണ് ഇവരെക്കുറിച്ച്. അവരുടെ പ്രവൃത്തികളൊക്കെ തന്നെ അങ്ങനെ എന്തെങ്കിലും അവർക്കെതിരായിട്ടുള്ള രീതിയിലെ ചിന്തകളോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ഭേദമായിട്ട് അല്ലെങ്കിൽ ഹൃദയങ്ങളെ അത് വളരെ മുൻകോപം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം അവരിലുണ്ട് എന്നുള്ളതാണ്. ആ സ്ഥിതിഗതികളെയും കഷ്ടപ്പാടുകളെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പരിസ്ഥിതി ആ പരിസ്ഥിതികളെല്ലാം പെട്ടെന്ന് തന്നെ അവർ മാറ്റി ചിന്തിക്കുകയും ഈ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അതിനെ പ്രതികരിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരതിനെ കീഴ്പ്പെടുത്താനുള്ള അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ടവരായിരിക്കുമെന്നുള്ളതാണ്. ഇവരെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു നല്ല സ്വഭാവം ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തക്കാരെ പറ്റി അവർക്ക് വലിയ കരുതലാണുള്ളത്. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഇവരെ വളരെ ബഹുമാനിക്കുന്നവരായിരിക്കും. ആരോഗ്യ സംബന്ധമായ ഇവർ വലിയ ഭീരുക്കളാണ്. ദിനചര്യങ്ങളിൽ അല്പസ്വല്പമായിട്ടുള്ള പോലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാൽ അവരെ ഭീരുക്കളായിട്ടാണ് കാണുന്നത്. ഇവർക്ക് 32 വയസ്സ് വരെ ദീർഘമായിട്ടുള്ള ദുരിതവും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ പുരോഗതിക്ക് സാധ്യമാകുന്ന ഒരു ദാമ്പത്യ ജീവിതം നല്ല പുരോഗതിയുള്ളതായിട്ട് കണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ ബന്ധുക്കളാണെങ്കിൽ കൂടെ സൗര്യക്കുറവ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ സൗര്യക്കുറവ് അനാവശ്യമായ
സൂര്യക്കേടുകളെ ഇവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ മിക്കവാറും കാണും. ഇവർ തന്നെ അതിനെ സ്വയമായിട്ട് വരുത്തി വെക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ഈ നക്ഷത്രക്കാരിൽ അങ്ങനെ അവർ തന്നെ അവർക്ക് ദുഃഖം ഉണ്ടാക്കി വെക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത ഇവരിൽ കാണുന്നു. ഇവർ ബന്ധപ്പെടുമ്പോൾ ചില നക്ഷത്രക്കാരുമായിട്ടുള്ള വീഴ്ചകൾ ഇവരുടെ ഇടപഴകുന്ന ആ ഒരു സ്വഭാവം ഇവരെ മാറ്റുന്നത് നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർ, അതായത് ആയില്യം, പൂയം, അത്തം, അവിട്ടം, ചതയം, കാർത്തിക ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ഇടപഴകുന്നത് ഇവർക്ക് അത്ര ഉയർച്ചയ്ക്ക് അത്ര നന്നല്ലായിരിക്കുമെന്നാണ് ഇവരുടെ ജാതകമനുസരിച്ച്, അല്ല ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഇതനുസരിച്ച് പറയപ്പെടുന്നത്. പിന്നെ ഇവർക്ക് വ്യാഴദശയാണ്. വ്യാഴദശ 16 വർഷം വ്യാഴദശ. പിന്നെ ശനി 19, പിന്നെ ബുധൻ 17, ശുക്രൻ 20, ആദിത്യൻ 6, ചന്ദ്രൻ 10. ഇങ്ങനെയാണ് ദശാകാലങ്ങൾ. ഈ ദശാകാലങ്ങളെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജനന സമയത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ള എല്ലാ ഗ്രഹനിലകളെ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലെത്താൻ പറ്റുന്നതാണ്. ഇങ്ങനെ പൊതുവായിട്ട് ഇവരെന്നാൽ വളരെ സാമർഥ്യവും കാര്യങ്ങളുമൊക്കെ സ്വന്തം എന്തും കാര്യങ്ങളും പ്രയത്നിച്ച് സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സ്വഭാവം ഇവരിൽ എപ്പോഴും ഒരു വാശി ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. മറ്റുള്ളവരോടുള്ള എന്നാൽ പകയല്ല, അവരുടേതായ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിട്ടുള്ളൊരു സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മറ്റുള്ളവരോടൊപ്പം ഒത്തു നിൽക്കത്തക്ക രീതിയിൽ ഉയരുന്നതിനുള്ള ഒരു മാർഗം അവർ തന്നെ സ്വയം തേടിയെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. പല ജീവിത അനുഭവങ്ങളിലും പലരിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൃദയത്തിൽ പക്ഷേ അവർ ഒത്തിരി കഷ്ടനഷ്ടങ്ങളൊക്കെ ഇവരിൽ എപ്പോഴും ഒത്തിരി വന്ന് വ്യാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഇവരെ ദൈവികമായിട്ടുള്ള വലിയൊരു ദൈവവിശ്വാസി എന്ന ഒരു പദവിയിലിരിക്കുന്നത് കൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു പ്രാപ്തി ഇവരിൽ കൂടുതലായിട്ട് മറ്റുള്ള നക്ഷത്രത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഇവരിൽ അങ്ങനെ കണ്ടുവരുന്നത്. ഈ നക്ഷത്രങ്ങൾ നല്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമായിട്ടും ഇതിനെ നമുക്ക് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അല്പമുള്ള ഈ മുൻകോപങ്ങളെ അവരുടെ ചെറിയ കാര്യങ്ങളിൽ ഈ മുൻകോപങ്ങൾ ഇവർക്ക് വലിയ ദോഷത്തിലേക്കൊക്കെ വരുത്തുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുലക്ഷണങ്ങൾ. തുടർന്ന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.